കുറച്ച് കാലങ്ങളായി കേരള സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ചർച്ച് ബിൽ. ഈ ചർച്ച് ബിൽ എന്ന ഓലപ്പാമ്പ് കാട്ടി മലങ്കര സഭയെ പേടിപ്പിക്കുകയാണ് പിണറായി സർക്കാരും. പരിശുദ്ധ കാതോലിക്ക ബാവയുടെ വാക്കുകൾ കടമെടുത്താൽ വെടിക്കെട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയെ ഉടുക്ക് കാട്ടി പേടിപ്പിക്കുകയാണ്. ശരിയല്ലേ? ചർച്ച് ബിൽ എന്ന പേരും പറഞ്ഞ് ആരെയാണ് വിരട്ടുന്നത്? ആർക്കാണ് ഇത്ര താല്പര്യം? യാക്കോബായക്കാരെ സൂപ്പിക്കാനാണ് ഈ ഓലപ്പാമ്പ് കാട്ടുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ ചർച്ച് ബില്ലെന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ പൂർണ്ണ രൂപം പോലും ഇനിയും രൂപപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും വെറും ആലോചനാ വിഷയം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന യാക്കോബായക്കാരെ എന്താണ് പറയേണ്ടത്? ദി കേരള ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ 2019 എന്ന പേരിൽ കേരള നിയമപരിഷ്കാര കമ്മീഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 2009 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ കമ്മീഷൻ തയ്യാറാക്കിയ ദി കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രസ്റ്റ് ബിൽ 2009 എന്ന കരട് ബില്ലിൽ നിന്നാണ് ഈ ആശയത്തിൻ്റെ തുടക്കം. ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ തയ്യാറാക്കിയ കരട് ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് എല്ലാ ക്രൈസ്തവ സഭകളെയും ബാധിക്കുന്നതാണ്. അല്ലാതെ ഓർത്തഡോക്സുകാരെയും വിഘടിത യാക്കോബായക്കാരെയും മാത്രം ബാധിക്കുന്ന കാര്യമല്ല, മറ്റുള്ള എല്ലാ സഭകളെയും അത് ബാധിക്കും. എന്നാലും ആ ബില്ലനുസരിച്ച് താൽക്കാലികമായി യാക്കോബായക്കാർക്ക് സന്തോഷം ലഭിക്കുമെങ്കിലും വരും കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവർക്ക് തന്നെയാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. ബില്ലിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നും നാളെയും പറഞ്ഞാൽ തീരില്ല. യാക്കോബായക്കാർക്ക് സന്തോഷം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സഭാതർക്കത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി പ്രകാരം ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളികളിന്മേലും സ്വത്തുക്കളിന്മേലും ലഭിച്ച അവകാശം നമുക്ക് ഏവർക്കും അറിയാം. ആ വിധി കൃത്യമായി നടപ്പിലാക്കിയേ മതിയാവൂ. ഓർത്തഡോക്സ് സഭ വിധി നടപ്പാക്കി കിട്ടുന്നതിന് ശ്രമിച്ചാൽ വിഘട യാക്കോബായ വിഭാഗത്തിൻ്റെ കൈവശമിരിക്കുന്ന പള്ളികൾ, അതുൾപ്പെടെയുള്ള സ്വത്തുക്കൾ പോലീസ് സഹായത്തോടെ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ സർക്കാർ നിർബന്ധിതമാകും. യാക്കോബായക്കാരുടെ കൈവശമിരിക്കുന്ന മണർകാട്, കോതമംഗലം, കോലഞ്ചേരി തുടങ്ങിയ പല സ്ഥലങ്ങളിലും വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും വിഘട യാക്കോബായ വിഭാഗത്തിലുള്ളവരാണ്. ജനങ്ങളാണ് പള്ളികളുടെയും സ്വത്തുക്കളുടെയും അവകാശികളെന്ന ചർച്ച് ആക്ട് വ്യവസ്ഥ നിലവിൽ വന്നാൽ അത്തരം സ്ഥലങ്ങളിലെ പള്ളി ഭരണം വിഘട യാക്കോബായ വിഭാഗത്തിന് ലഭിച്ചേക്കാം. അതാണ് അവർ ചർച്ച് ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യമായി തുള്ളിച്ചാടുന്നത്. ചർച്ച് ആക്ടിൻ്റെ അന്തസ്സത്തെയാണ് നടപ്പാക്കുന്നതെങ്കിൽ തൽക്കാലം വിഘട യാക്കോബായ നേതൃത്വത്തിന് ഇത്തരത്തിൽ നേട്ടമുണ്ടാകാമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ആഭ്യന്തരമായി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ആ വിഭാഗത്തിലുൾപ്പെടെ പൗരോഹിത്യ മേധാവിത്വം തന്നെയായിരിക്കും. എല്ലാ സഭാ വിഭാഗങ്ങളിലും സംഭവിക്കാനിരിക്കുന്ന പുരോഗമനപരമായ ഒരു മാറ്റമായിരിക്കും അത്. കേവലം ഒരു ട്രസ്റ്റ് മാത്രമായി സഭയെ തരം താഴ്ത്തുന്നു. ക്രൈസ്തവ സഭകൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണത്. സഭാ നേതൃത്വത്തെ തകർക്കുകയും സഭാതലവൻ്റെയും മെത്രാന്മാരുടെയും സിനഡിൻ്റെയും അവകാശ അധികാരങ്ങൾ പാടെ നിരാകരിക്കുകയും ചെയ്യുന്നു ഈ ബില്ലിൽ. സഭാതലവൻ സഭാതല ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലേക്ക് ചുരുങ്ങും. മറ്റ് ട്രസ്റ്റിൻ്റെ ഭരണത്തിൽ അദ്ദേഹത്തിന് ഇടപെടുവാൻ കഴിയുകയില്ല. മെത്രാന്മാർ മെത്രാസന ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ മാത്രമായിരിക്കും. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ കാര്യമായ പങ്കുണ്ടായിരിക്കുകയില്ല. ഇടവകകളെയും മെത്രാസനങ്ങളെയും വിഭജിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും കാനൂൻ നിയമം അനുശാസിക്കുന്ന രീതികൾ അപ്രായോഗികമാകും. സിനഡിനും മെത്രാനുമുള്ള അധികാരങ്ങൾ നഷ്ടമാകും. ഇടവക, ഭദ്രാസനം, സഭ എന്നിങ്ങനെ 3 സ്വതന്ത്ര ട്രസ്റ്റുകൾ രൂപപ്പെടുക വഴി സഭയുടെ ദൈവശാസ്ത്രപരമായ ആന്തരിക ഘടന നശിക്കും. ഇടവക വികാരിമാരുടെ ചുമതല ഒരു പൂജാരിയുടെ റോളിലേക്ക് ചുരുങ്ങും. പൗരോഹിത്യ ശുശ്രൂഷ ഒരു തൊഴിലായി അധപ്പതിക്കും. ക്രൈസ്തവ വിശ്വാസ പരിശീലനം, രൂപീകരണം, വിശ്വാസികളുടെ അവകാശങ്ങൾ, സെമിനാരി പരിശീലനം, അച്ചടക്കം, സഭയെ സംബന്ധിച്ച പ്രത്യേക നിയമങ്ങൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം വിശാലമായ അർത്ഥത്തിൽ ട്രസ്റ്റ് അസംബ്ലികളുടെ തീരുമാനത്തിന് വിധേയമാകും. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾ മാത്രം നടപ്പിലാകും. അത് എല്ലായ്പ്പോഴും നന്മയാകണമെന്നില്ല. വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇതിൽ കടന്നുകൂടാം. കാനൻ നിയമത്തെ നിരാകരിക്കുന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ ബില്ലിലുണ്ട്.
ബില്ല് നടപ്പിലാക്കുവാൻ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ചട്ടങ്ങളിലും ട്രസ്റ്റിൻ്റെ നിയമാവലികളിലും കാനൂൻ നിയമത്തിന് വിരുദ്ധമായതോ കാനൂൻ നിയമത്തെ അപ്രസക്തമാക്കുന്നതോ ആയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ ഇനിയും സാധ്യതകളുണ്ട്. പൊതുവായ സഭാ നിയമങ്ങളുടെയും സിനഡ് രൂപം കൊടുത്ത പ്രത്യേക നിയമങ്ങളുടെയും അഭാവം സഭയിൽ അരാജകത്വം സൃഷ്ടിക്കും. കാനൂൻ നിയമം അനുസരിക്കാത്തവർക്കും ആത്മീയ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതായി വരും. ഇടവക, ഭദ്രാസനം, സഭ എന്നിങ്ങനെയുള്ള വിവിധ തലങ്ങളെ ഏകോപിപ്പിക്കുന്ന അധികാര ശ്രേണികൾ ഇല്ലാതെയാകുമ്പോൾ സഭ വിവിധ ഇടവകകൾ മാത്രമാകും. സഭയുടെ കൂട്ടായ്മ നഷ്ടമാകും. പൗരോഹിത്യത്തെ ഒരു ശുശ്രൂഷയോ ദൈവവിളിയോ ആയി കാണാത്ത സാഹചര്യം ഉരുത്തിരിയുകയും പൗരോഹിത്യ ദൈവവിളികൾ കുറയുകയും ചെയ്യുന്ന പക്ഷം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും പൗരോഹിത്യത്തിൻ്റെ വാതിൽ തുറന്നിടുകയും അനുഷ്ഠാന വിധികൾ പഠിച്ച ആരെയും ശുശ്രൂഷകരായി നിയമിക്കുകയും ചെയ്തേക്കാം. കത്തോലിക്ക സഭയിൽ പോലും മാർപ്പാപ്പയ്ക്കുള്ള സ്ഥാനവും അധികാരവും നിഷേധിക്കപ്പെടും. മാർപ്പാപ്പയെയും കത്തോലിക്ക ദൈവശാസ്ത്രത്തെയും സഭാ പ്രബോധനങ്ങളെയും നിരാകരിക്കുന്ന സഭ കത്തോലിക്ക സഭയായി തുടരുകയില്ല. ദേവാലയ നിർമ്മാണം, വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയങ്ങൾ തുടങ്ങിയവ ചർച്ച് കമ്മീഷണറുടെ നിയന്ത്രണത്തിനും വിധേയമായിരിക്കും. സഭയുടെ നന്മയും വളർച്ചയും എന്നതിനേക്കാൾ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങളായിരിക്കും അതിൽ സംരക്ഷിക്കപ്പെടുക. കേരളത്തിലെ സഭകൾ ആഗോള സഭയിൽ നിന്നും വിച്ഛേദിക്കപ്പെടാൻ ഇടയാകും. ഇടവക, ഭദ്രാസന സഭ, ആഗോള സഭ എന്നീ തലങ്ങളിലാണ് പല സഭകളും ഇവിടെ പ്രവർത്തിക്കുന്നത്. കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയ്ക്ക് രൂപത അധ്യക്ഷൻ എന്ന പോലെ ഓരോ ഇടവകയിലും രൂപതയിൽ നേരിട്ട് ഇടപെടാനുള്ള അധികാരവും സ്വാതന്ത്ര്യവുമുണ്ട്. ഇങ്ങനെ ദൂരവ്യാപകമായ പ്രത്യാഖ്യാതങ്ങളുണ്ട് കരട് ബില്ലിൽ. ക്രിസ്ത്യൻ സഭകളിലെ മൂല്യച്യുതിയെക്കുറിച്ച് വീറോടെ സംസാരിക്കുന്നവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് ക്രൈസ്തവ സഭയും. മൂല്യച്യുതി വന്നിരിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിനാകമാനമാണ്. അതിൻ്റെ പ്രതിഫലനം ക്രൈസ്തവ സഭകളിലുമുണ്ടാകും. സ്വത്വബോധം നഷ്ടപ്പെട്ടവരാണ് സ്വന്തം അസ്തിത്വത്തിൻ്റെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുന്നത്. കാനോൻ നിയമത്തിനെതിരായ സൂചനകൾ നിലവിലുള്ള സഭാ സംവിധാനത്തെ തകർക്കുകയാണ് ബില്ലിൻ്റെ ലക്ഷ്യമെന്ന് ആർക്കും മനസ്സിലാകും. മാത്രമല്ല, ട്രസ്റ്റ് അസംബ്ലികളും തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ കിടമത്സരത്തിൻ്റെയും ചേരിതിരിഞ്ഞുള്ള പോർവിളികളുടെയും വേദികളായി ഭാവിയിൽ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇനി പറ, ചർച്ച് ബിൽ വേണോ വേണ്ടായോ? നമ്മൾ തന്നെ നമുക്ക് കുഴി തോണ്ടും. അതാണ് ഈ ചർച്ച് ബിൽ.